ഇന്ന് പകലിൽ ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, നാം സേവിക്കുന്ന ദൈവം നമ്മെ വിടുവിപ്പാൻ ശക്തനാണ്. ആമേൻ. നമ്മെ സൂക്ഷിപ്പാൻ ശക്തനാണ്. ആമേൻ. നമ്മളെ കരുതുവാൻ മതിയായവനാണ്. ഞാൻ സേവിച്ചു. ആരെങ്കിലും പ്രശ്നങ്ങളുടെ വല്ലാത്ത നീർച്ചുഴിയിൽ അകപ്പെട്ടു പോലെ ഒരവസ്ഥയാണെങ്കിൽ ആമേൻ, അതിനെക്കുറിച്ച് അല്ല എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ഘനം എത്ര വലുതാണെന്നല്ല ചോദിക്കാനുള്ളത്. അതിനകത്ത് നിന്ന് നിന്നെ വിടുവിക്കാൻ മാത്രം ദൈവം ശക്തനാണെന്ന് എനിക്ക് പറയാനുള്ളത്. നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ, നിന്നെ നടത്തുവാൻ, നിന്നെ കരുതുവാൻ, ആമേൻ, നിന്റെ വിലാപത്തെ നൃത്തമാക്കി മാറ്റുവാൻ, നിന്റെ മാറയെ മധുരമാക്കുന്നവൻ. ഹല്ലേലൂയ. അതെ, നിങ്ങളുടെ ദുഃഖം സന്തോഷമാക്കുന്ന ഒരു ദൈവം. ആമേൻ. ദുഃഖം മാറ്റുമെന്നല്ല പറഞ്ഞേക്കുന്നത്. യേശു പറഞ്ഞു നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ആമേൻ. അത്രമേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വലുതായിരിക്കും. ചെറിയൊരു ആശ്വാസമല്ല ദൈവം തരാൻ പോകുന്നത്, വലിയ വിടുതലാണ്. ദൈവസന്നിധിയിലേക്ക് ഓരോ ദിവസവും വന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിന് ആത്മീയമായ പുതുക്കങ്ങളാണ് ഉണ്ടാകുന്നത്. ആമേൻ. അവൻ്റെ നിറവിൽ നിന്ന് നാം എല്ലാവരും പ്രാപിക്കുന്നത് കൃപയ്ക്ക് മേൽ കൃപയാണ്. കൃപയ്ക്ക് മേൽ കൃപയാണ്. തേജസ്സിൻ്റെ മേൽ തേജസ്സാണ്. അവൻ്റെ മഹത്വം അത് നീ പ്രാപിക്കാനാണ് നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്. അവൻ്റെ മഹത്വം ഇറങ്ങി നിൽക്കുമ്പോൾ അതിനകത്ത് അത്ഭുതങ്ങൾ, അതിനകത്ത് വലിയ ദൈവപ്രവർത്തികൾ നിനക്ക് വേണ്ടി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു.